ഇപ്പൊ നമ്മളുടെ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള വടപ്പരിപ്പ് ഇത് അവിടെ കുതിർത്തി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അരയ്ക്കാൻ പോവുക കേട്ടോ. ഇവിടേക്ക് വെച്ചോളൂ നമുക്ക്. അതെ. അപ്പൊ നമ്മളുടെ കുട്ടീനെ ആദ്യം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതെ, പക്ഷെ ഇതില് അരച്ചാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. മുത്തശ്ശി ഇതാ അരയ്ക്കാൻ തുടങ്ങി. ചതഞ്ഞ് ചതഞ്ഞ് വരുന്നുണ്ട്. ഇതില് നല്ല മിൻസായി അരക്കണം. വടപ്പരിപ്പ് ഒന്നിങ്ങനെ കടിക്കണം എന്നാ പറയാ. ഞാൻ ഉള്ളിയൊക്കെ റെഡി ആക്കട്ടെ. അങ്ങനെ ഇതാ മുത്തശ്ശി ഇത് അരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ മുത്തശ്ശി ഇതാ പരിപ്പൊക്കെ അരച്ചു വെച്ചു. മുത്തശ്ശി അമ്പലത്തിൽ പോയി. അതെ. മുളകൊക്കെ ഇതാ നമ്മളാ ചുവന്ന മുളക് കേട്ടോ അതൊന്ന് ചതച്ചത്. ഇനി നമുക്ക് കുഞ്ഞാവയുടെ സൗണ്ട് ആട്ടാക്കിക്കണ വാശി പിടിക്കണ്ട. ഞാൻ മുറ്റത്ത് കളിക്കുകയാണ്. അപ്പൊ ഇതാ നമുക്ക് സവാളയും പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതുണ്ട്, കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടേ ഒന്ന് ഉടയ്ക്കാം. അപ്പൊ നീ ഉപ്പ് ഇടുകയാണ്. കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലിടാം. കുറച്ചിട്ടാ മതി ഇതില്. അപ്പൊ അങ്ങനെ ഇതിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഇതിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലോണം ഉടയ്ക്കാം. ഇതൊന്നൊരു യോജിപ്പ് വരുവേ. ഇത് ഉടക്കണ്ടല്ലേ അമ്മേ? ഉടക്കണ്ടാവും. അത് നമ്മൾ ഇതാക്കി വെച്ചാലേ. ശരി. എത്രയായാലും എത്ര അതുകൊണ്ട് ഉടച്ചു കഴിഞ്ഞാലും നമ്മുടെ കൈയിന്റെ ഒരു മിക്സിങ്. അതെ, അത് വേറെ തന്നെയാണ്. ടേസ്റ്റും കൂടും. അതെ. പിന്നെ നമുക്കിത് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. പരിപ്പോടെയൊക്കെ പിന്നെ എല്ലാരും ഉണ്ടാക്കണതാണ്. അതെ. നമ്മള് ഉണ്ടാക്കണമെന്ന് കാണിച്ചെന്ന് മാത്രം നമ്മളെ രീതിയില്. അതെ. നീ ഇതിലെന്താ ഇടുക? മുളക് പൊടി. കുറച്ച് മുളക് പൊടി ഇടണം. കളർ ഉണ്ടാവില്ല അത്. ഇനി കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. കുറച്ച് മതി. പച്ചമുളകൊക്കെ ഇട്ടോണ്ടേ. പിന്നെ മറ്റേ മുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുതിർത്തി ചതച്ച് വെച്ചുണ്ടല്ലോ. ഇതുകൊണ്ടൊരു എത്ര വട ഉണ്ടാക്കാം അമ്മേ? കുഞ്ഞി വടയൊക്കെയാണെങ്കിൽ ഒരു 10-30. അതല്ലേ? കുഞ്ഞി വട ചെറുതാ നമ്മൾ ഉണ്ടാക്കണം, വലുതല്ല കേട്ടോ. അതെ. നമ്മളിപ്പോ ഓർഡർ ഉണ്ടാവുന്ന സമയത്തും പരിപ്പോട ഈ ഒരു കൂട്ടന്നെ. അതെ, കൂട്ടൊക്കെ ഒരേ കൂട്ടന്നെ. 20 മതിയമ്മു? 1000 മതി. അത്യാവശ്യം 20 ഉണ്ട്. കുറെ നാളായി പരിപ്പോട കഴിച്ചിട്ട്. അപ്പൊ ഞാൻ അമ്മേനോട് പറയുക ചെയ്തു, അമ്മേ ഒന്ന് പരിപ്പോട ഉണ്ടാക്കി തരും, ഒന്ന് പരിപ്പോട ഉണ്ടാക്കി തരും. അപ്പൊ അതെ, നമുക്ക് റെഡി ആക്കാട്ടോ. എണ്ണയൊക്കെ ചൂടാവാൻ വെക്കാം. നിങ്ങക്ക് പരിപ്പോടെയാണോ ഉഴുന്നോടെയാണോ ഉള്ളിവടയാണോ ഇഷ്ടം എന്നുള്ളത് പറയൂ കേട്ടോ. നമുക്ക് ഏതും ഇഷ്ടം. എന്താമ്മേ? ഉഴുന്നുവടയേക്കാളും ഇഷ്ടം പരിപ്പോടെയാണ്. എനിക്ക് ഉഴുന്നുവട. ഉള്ളിവട നല്ല ഇഷ്ടാട്ടോ. ഉള്ളിവടയാണ് ഫസ്റ്റ്. സെക്കൻഡ് ഇവിടെ ഉണ്ടാക്കണത്, വീട്ടിലുണ്ടാക്കണ ഉഴുന്നുവട സെക്കൻഡ്. അല്ല സെക്കൻഡ് പരിപ്പ് വട. തേർഡാണ് ഉഴുന്നുവട. കടയിൽ നിന്ന് വാങ്ങിയ ഉഴുന്നുവട ഒട്ടും ഇഷ്ടമില്ല, ഞാൻ കഴിക്കുകയില്ല. കടയിൽ നിന്ന് വാങ്ങിയ പരിപ്പ് വടയും അങ്ങനെ കഴിക്കലില്ല, അങ്ങനെയല്ല കഴിക്കലേ ഇല്ല. ഉള്ളിവട കുഴപ്പമില്ല. കടയിൽ നിന്ന് വാങ്ങിയ ബജ്ജി മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അല്ലേ? എപ്പോഴേലിട്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഓക്കെ. അതെ, നൈറ്റി ഒക്കെ ഇട്ടിട്ടാണ് മാള് ട്യൂഷന് പോണത്. ട്യൂഷൻ. അപ്പൊ നമ്മള് ഇലയിലാണല്ലോ അമ്മ പരത്തിയിട്ടിട്ട്. വേഗം വന്നോളൂ. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുമ്പോ വട ആലോചിച്ചിരിക്കണ്ട, പോയി വന്നോളൂ. അതിനുള്ള എണ്ണയാണ് എടുക്കുക. ചൂടായോ? അപ്പൊ നമ്മളുടെ ആദ്യത്തെ നമ്മള് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തേതാ അമ്മ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുള്ളൂ. കുഞ്ഞു വടയാണല്ലോ. അതെ. ഉഷാറായി. മടങ്ങിയോ? മടങ്ങി.
അതായത് നമ്മളെ കടായി ഉണ്ടല്ലോ നല്ല പറയാതിരിക്കാൻ വയ്യ. നല്ല അടി പിടിക്കൊന്നുമില്ല. ചിലരുണ്ടാവില്ല ഇങ്ങനെ അടി പിടിക്കും ചൂടതല്ല. അപ്പൊ ഞാൻ കടയൊക്കെ നോക്കൂ വേഗം ഒന്നും തട്ടി കൊടുത്തു റെഡി ചെയ്തായി. ഒരു ഉരുളി ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് അങ്ങനെ ഇങ്ങനത്തെയോ കാറ്ററിങ്ങിന് വാങ്ങിയായിരുന്നു. അതെ ഒരു ഉരുളിയിൽ എത്ര ഉരുളിയിൽ റെഡി ആക്കിയാലും ആവില്ല, അടി പിടിക്കും. ഇതിലാവില്ല അല്ലേ? അങ്ങനെ വരുന്നില്ല. നമ്മള് 3 വട ഇട്ടുണ്ട് അല്ലേ അമ്മേ? ഒരു വട നമ്മളത് മടങ്ങി. കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു വട ഏതായാലും. അതെ അതെ. ഇവിടെ ഞാൻ കാപ്പിക്ക് വേണ്ടിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലും വെള്ളം അല്ലേ? ആ, പാല് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പൂത്തോ ഇല്ല അല്ലേ? ഇത് നമ്മൾ ഈ തുളപ്പാത്രത്തിലിടും. അതെ. ഇത് പണ്ടേ നിങ്ങൾ ഉണ്ണിയപ്പുള്ള സമയത്തുള്ളതല്ലേ? പിന്നെ കാറ്ററിങ്ങിനൊക്കെ എടുക്കും. അരി പാലട മുത്തശ്ശി അട വേവിച്ച് കഴിഞ്ഞ് വെള്ളം പോവാനൊക്കെ എടുക്കലുണ്ട്. കുറച്ചൊക്കെ പായസം ഉണ്ടാകുമ്പോ മുത്തശ്ശി ഊറ്റി വെക്കുക അട. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ 1 രൂപയുടെ പരിപ്പ് വടയൊക്കെ ഉണ്ട്. അപ്പൊ 10 രൂപയ്ക്ക് 10 എണ്ണം കിട്ടുമല്ലോ. ചെറുതാവട്ടെ, എത്ര വലിപ്പുണ്ടാവില്ല. അച്ഛൻതാ വടക്ക് വെയിറ്റിംഗ് ആണ്. അതെ, വിദേശത്ത് 2 രൂപയുടെ പരിപ്പൊടി ഉണ്ട് ഇപ്പോഴും ഉണ്ട് ബസ് സ്റ്റാൻഡ് ഇത്രക്കേ ഉള്ളൂ. കോയിൻ പോലെ കോഴി പോലെ ബസ് സ്റ്റാൻഡിന്റെ പാടത്തിന്റെ പിന്നെ പെട്രോൾ പമ്പിന് നേരെ മുമ്പില് പരിപ്പ് വട എന്നാ കടയുടെ പേര്. ഹോട്ടലില് പരിപ്പ് വട എല്ലാ വടകളും കിട്ടും. 2 രൂപയുടെ പരിപ്പ് വട ആകെ ഇത്രക്കേ ഉണ്ടാവുള്ളൂ. പ്ലേറ്റില് 5-6 എണ്ണം ആയാലും 10 ഉറുപ്പിക്കായി. ഓ, അത് സെറ്റപ്പല്ലേ? അതെ. ആദ്യത്തോടെ ഇട്ടൂലേ? അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിലിട്ടു. ഞാനിനി കാപ്പി ഉണ്ടാക്കാൻ നോക്കട്ടെ. കഴിഞ്ഞ എല്ലാം ആയിട്ട് നമുക്ക് കാണിക്കാം അല്ലേ? പിന്നെ ഇന്ന് രാത്രി പായസം ഉണ്ടാക്കണം, എടുക്കണം എന്നാണ്. പോയി വന്നതിന് ശേഷം നമ്മള് സാബുനരി ഇല്ലേ അതൊക്കെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയയും കൂടെ ഉള്ള പായസം. അപ്പൊ ഏതായാലും ഇതായി കഴിഞ്ഞ് നമ്മള് ചായ ഒക്കെ കുടിക്കാം. നല്ല ആളാ അച്ഛൻ. കുറച്ച് സമയമായി. ഗണപതി തന്നെ ഉദ്ഘാടനം നമ്മളാണ് കഴിക്കേണ്ടത്. മെയിൻ ആള്. അമ്മേ, അപ്പൊ നമ്മളെ പരികൂടെ ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞു. നീ ഇത് കഴിക്കേ വേണ്ടുള്ളൂ. കിട്ടിയത് അതിന്റെ ഇടയിൽ അച്ഛനടക്കൊന്ന് കൊണ്ടുപോയി. ഞാനും കഴിച്ചു കേട്ടോ. വേണ്ടിട്ട് ഒരു 10-12 നമ്മള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണ് കേട്ടോ അത്. മുത്തശ്ശി പായസം ഉണ്ടാക്കുന്ന. അതെ, ഇന്ന് സ്പെഷ്യൽ പായസാണ്. അതെ, അപ്പൊ പായസം ഉണ്ടാക്കി കുടിക്കാന്ന് വെച്ചിട്ടാണ് നമ്മള്. അതെ അതെ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ഇവിടെ സാബുനരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മുത്തശ്ശി നേരത്തെ കൊടുക്കുന്ന കട്ടൻ ചായയുടെ ബാക്കിയാണ്. അത് കുടിച്ചു കഴിഞ്ഞു. ഇവിടെ പരിപ്പ് വട ബാക്കിയുള്ളതാണ്. അതെ അല്ലേ? അപ്പൊ പാല്, സേമിയ, ഇതില് പാലുണ്ട് അല്ലേ? എന്ത് ഇത് ഞാൻ മറ്റേ നമ്മുടെ തിരുനെൽവേലി സ്പെഷ്യൽ ചമ്മന്തി പൊടിക്ക് അത് തീർന്നു. അപ്പം അതിനുള്ള എള്ള്, മുളകും, പുളിയും. ഉള്ളി എന്തിനാ? പുളി എന്താ? പുളി വറുത്ത് വെച്ചതാണ്. മാളു വാവണ്ണി ഇറക്കുക. മുത്തശ്ശിയുടെ 10 രൂപ. ആ പരസ്യം കണ്ടോ മുത്തശ്ശി? ആ കുട്ടിയുടെ
ആ അതന്നെ പക്ഷെ ഇതാ തരേണ് നെയ്യ തരേണ്. നമ്മളിപ്പോ നറുനെയ്യൊക്കെ കഴിഞ്ഞോണ്ട് ഇനിയിപ്പോ നെയ്യ് ഉണ്ടാക്കിയിട്ട് വേണമല്ലേ. മിൽമയുടെ നെയ്യാണ് ഇപ്പൊ നമ്മള്. കട്ട പിടിച്ചോ? ഫ്രിഡ്ജിൽ വെച്ചതാ? പക്ഷേ ഈ കത്തി കൊണ്ട് ഇവിടെ ചൂടായിട്ടോ. ഉരുളി വെള്ളമൊക്കെ പോയി ചൂടായി. നെയ്യിട്ട് കൊടുക്കുക. അപ്പൊ ഇന്ന് സേമിയയും സാബൂനരി പായസവും. ചിങ്ങ ഒന്നിന് എന്താ മുത്തശ്ശി പായസം സ്പെഷ്യൽ? എന്ത് പായസ? പാലട. അതെ. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇളക്കണ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ അതാ മുത്തശ്ശിത പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂട്ട് കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സേമിയ വന്നു മുത്തശ്ശിയെ എവണേ ഉള്ളൂ അല്ലേ. പിന്നെ സാബൂനരി തട്ടി കൊടുക്കുകയാണ്. അങ്ങനെ സാബൂനരിയൊക്കെ ഫുള്ളായിട്ട് ഇട്ടു. ഇനിയൊരു യോജിപ്പ് കൂടെ വന്നായില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് സാബൂനരി കിട്ടുള്ള പായസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓഗസ്റ്റ് 15 മുത്തശ്ശി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ നോർമലി മുത്തശ്ശി ഉണ്ടാക്കുമ്പോൾ സേമിയ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാരറ്റും സാബൂനരിയും സേമിയയും കൂടെ ഉണ്ടാക്കി. പിന്നെ ഇവിടെ ദേവൂട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന് പിറന്നാളിന് നമുക്ക് പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ദിവ്യമായി. അപ്പോൾ പായസത്തിൽ ഇതേപോലെ സാബൂനരി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ദിവ്യമായി ഓരോന്ന് സേമിയ ഉണ്ടാക്കുമ്പോൾ സാബൂനരി കൂടെ ഇട്ട് നോക്കും, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഏതായാലും ക്യാരറ്റ് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ ഏതായാലും സാബൂനരി ഇട്ടുള്ള പായസം ഉണ്ടാക്കാന്ന് ചോദിച്ചു അല്ലേ മുത്തശ്ശിയെ? അങ്ങനെ നമ്മൾ പായസമൊക്കെ ഇതാ കുറുകി വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് പഞ്ചസാര ഇടുന്നത് അല്ലേ? നീ തിളയ്ക്കാൻ വെക്കണം മുത്തശ്ശി. നല്ല ഭംഗിയുണ്ടല്ലേ? അതെ അതെ, കൊറേ ബബിൾസ്. എന്താ നമ്മളെന്തോന്ന് കളറിൽ എന്തൊക്കെയാ ചെയ്യാറില്ലേ? എന്തേലും പറയാ? ടൂട്ടി ഫ്രൂട്ടിയോ? ഇത് വൈറ്റ് ടൂട്ടി ഫ്രൂട്ടി. അങ്ങനെയാണ്. രസഗുളയുടെ മിനി വേർഷനാണ്.